നല്ല സിനിമ, ഭയങ്കര രസമായിട്ടുണ്ട്. ലൈക്ക് ചിദംബരം വീണ്ടും പ്രൂവ് ചെയ്തു മൂന്നാമത്തെ സിനിമയും. വളരെ ബ്യൂട്ടിഫുൾ ആണ്, അടിപൊളിയാണ്. ഭയങ്കര അത് എന്താ പറയുക, കുറച്ച് ഇമോഷണലാണ്. പുതിയൊരു സിനിമ, പുതിയൊരു കഥ. കാരണം അങ്ങനെ എനിക്ക് പറയാൻ തോന്നുന്നില്ല. കാരണം ഇന്നേവരെ ഇങ്ങനത്തെ ഒരു ജോണറോ ഇങ്ങനെ ഒരു എനിക്ക് അധികം പറയുന്നില്ല. കിഡിലും പടമാണ്, ആരും തിയേറ്ററിൽ മിസ് ചെയ്യരുത്. എനിക്ക് ട്രെയിലർ കണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ വന്നതാ. അത് ആ എക്സൈറ്റ്മെന്റിൽ മേളിലാണ് സിനിമ നിൽക്കുന്നത്. ഫാന്റാസ്റ്റിക്. ഇത് മഞ്ഞുമേൽ വേറൊരു ടൈപ്സ് ആണ്, ഇത് വേറൊരു ഇത് ഭയങ്കരമായിട്ട് പുൾ അറ്റ് യുവർ ഹാർട്ട്, ലൈക്ക് യുനോ യുവർ ഹാർട്ട് സ്ട്രിങ്സ്. ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. മഞ്ഞുമേൽ ഫ്രണ്ട്സ് തമ്മിലുള്ള സ്നേഹമാണെങ്കിൽ ഇതൊരു മദർ ആൻഡ് സൺ. It's very intense, very deep. I think everybody should go watch it in the theaters. Yay, Chidu! എന്താ പറയുക, ഇപ്പോൾ ബാലൻ പ്രിവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയതാണ്. ഗംഭീര സിനിമ, ഒന്നും പറയാനില്ല. വളരെ എന്താ പറയുക, ഫുൾ ടെക്നിക്കൽ ടീമാണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും നമ്മുടെ മനസ്സറിയാന്ന് പറയില്ല ഒരു സിനിമ കണ്ടിട്ട്. ഞാനിപ്പോഴും അതിനകത്ത് ഗെറ്റ് ഓവർ ആയിട്ടില്ല. അടിപൊളി സിനിമ, എല്ലാവരും പോയി കാണുക. ബാലൻ ഇപ്പൊ പടം കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ, അപ്പൊ അതിന്റെ ഒരു ഹാങ് ഓവറിലാണ്. ബ്രില്യൻറ്റ് സ്ക്രിപ്റ്റ്, ബ്രില്യൻറ്റ് ഫിലിം. സിനിമയുടെ പേര് ബാലൻ എന്നാണെങ്കിലും നമ്മളോടൊപ്പം ആ ബാലൻ സഞ്ചരിക്കുമെങ്കിലും എനിക്ക് തോന്നുന്നു കുറെ കാലത്തിന് ശേഷമാണ് ഇത്രയും ഭയങ്കര കിടിലം സ്ത്രീ കഥാപാത്രങ്ങൾ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, എന്താ പറയാ, ഭയങ്കര ഒരു ഗ്രേ ഷെയ്ഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റി. നല്ല മൂവി, അസല് മൂവി, ഗംഭീരം, സൂപ്പർ. കുറെ കാലമായിട്ട് ഞാൻ ഇഷ്ടമായി. കുറെ കാലമായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. നന്നായി എവരിത്തിങ്, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. എല്ലാ ടെക്നീഷ്യന്മാരും ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആണ്, അടിപൊളിയാണ്. ഭയങ്കര അത് എന്താ പറയുക, കുറച്ച് ഇമോഷണലാണ്. ഫസ്റ്റ് സമയം മുതൽ ഇതിന്റെ ടെക്നിക്കൽ ടീമിനെ പറ്റിയിട്ട് നമ്മളെല്ലാം എക്സൈറ്റഡ് ആയില്ലേ. അത് വേർത്താണ്. സുഷിൻ ചെയ്തു വെച്ചിരിക്കുന്നതും വിവേക് ഹർഷൻ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും പിന്നെ ഗണുവിന്റെ കാസ്റ്റിംഗും എല്ലാവരെയും നമ്മൾ പേരെടുത്ത് പറഞ്ഞ എല്ലാവരും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ പെർഫോമൻസസ്, അത് സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. എല്ലാവരും കാസ്റ്റിംഗ് എല്ലാവരും ബ്യൂട്ടിഫുൾ ആയിരുന്നു. കുറച്ച് ഹെവി ഹാർട്ടഡ് ആയിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. ഡെഫിനറ്റ്ലി അടിപൊളിയാണ്. നല്ല സിനിമ, ഭയങ്കര രസമായിട്ടുണ്ട്. ലൈക്ക് ചിദംബരം വീണ്ടും പ്രൂവ് ചെയ്തു മൂന്നാമത്തെ സിനിമയും. പിന്നെ പെർഫോമൻസ് എല്ലാം ഭയങ്കര രസമുണ്ടായിരുന്നു. ഫീമെയിൽ ലീഡായിട്ട് ചെയ്ത ഫർസാന, പിന്നെ പയ്യൻ ആദിശേഷൻ, സിനാൻ, പിന്നെ അമ്മച്ചിയായിട്ട് അഭിനയിച്ച അമ്മച്ചി ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ലതായിരുന്നു. എല്ലാ കാസ്റ്റിംഗ് ഒക്കെ ഉഗ്രനായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ടോവി ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ അതൊന്നും പറയണ്ടല്ലോ, ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ആൾക്കാർ തന്നെയാണ് അതിന്റെ ടെക്നിക്കൽ സൈഡിലുള്ളത്. സുഷിനാണെങ്കിലും ഷൈജുക്കയാണെങ്കിലും വിവേക് ഹർഷൻ, അങ്ങനെ എല്ലാവരും ലൈക്ക് ഭയങ്കര അടിപൊളി സിനിമയാണ്. ലൈക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ എല്ലാവരും സംസാരിക്കുന്ന സിനിമയായിരിക്കും എന്ന് തോന്നുന്നു ഉറപ്പായിട്ട്. ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണ്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ ഒരു പ്രേക്ഷകനായിട്ട് ഈ സിനിമ കാണുമ്പോൾ നന്നായിട്ട് ഇൻവോൾവഡ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു. കുട്ടികൾ രണ്ടുപേരും നന്നായിട്ടുണ്ട്, ടൊവി നന്നായിട്ടുണ്ട്, ഈൻ ബോർഡാൽ നന്നായിട്ടുണ്ട്, നായിക നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ട്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തോളാം. അതൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. എനിക്ക് ഈ പടത്തിന്റെ രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. രണ്ട് പടം കൂടെ നമ്മൾ കമ്പയർ ചെയ്യണ്ട അല്ലേ. മഞ്ഞുമൽ വേറൊരു ജോണറാണ്, ഇത് വേറൊരു ജോണറാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പടം ക്ലാസിക്കാണ്, ഭയങ്കര വേൾഡ് ക്ലാസ് മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി മിസ്സാക്കാണ്ട് കാണാം. ചിദംബരം ചേട്ടൻ്റെ പുതിയ ഒരു മാസ്റ്റർ പീസാണ്. താങ്ക് യു. എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മികച്ച സിനിമ തന്നെയാണ് ബാലൻ. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഫീമെയിൽ ക്യാരക്ടറിന്റെ ഒരു പോർട്രേറ്റ് ആണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ആ സ്ത്രീയുടെ ഒരു ജേണി ഉണ്ടല്ലോ, അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സസ്പെൻസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് അറിയില്ല. ആ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. നല്ല വർക്കാണ്. ചിദംബരം ഓഫ് കോഴ്സ് നമ്മൾ മഞ്ഞുമൽ ബോയ്സിലും ജാനമേനൊക്കെ കണ്ടതാണല്ലോ. വളരെ നല്ല ഒരു ഫിലിമായിട്ട് തോന്നുന്നു. അതിമനോഹരമായ സിനിമയാണ്. നമ്മളെ വല്ലാതെ ഒലച്ചു കളയും, ഹേർട്ടി, നമ്മളെ നെഞ്ചത്തിങ്ങനെ കൊള്ളുന്ന പോലത്തെ ഒരു ഫീലിംഗ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇത്രയും ഇമോഷണലി നമ്മളെ അങ്ങോട്ട് ക്യാരി ചെയ്യുന്ന ഒരു സിനിമ കിട്ടുന്നത്. ഭയങ്കര നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്നുണ്ട്, നമ്മളെ കരയിപ്പിക്കുന്ന ഒരു ഘട്ടം വരെ എത്തും. വല്ലാതെ ഇമോഷണലി നമ്മളെ അങ്ങോട്ട്
ഒലച്ചു കളയും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിനിമ. ഐ മീൻ ചിദംബരംന്റെ മൂവിയാന്ന് പറയുമ്പോൾ തന്നെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, പക്ഷെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജോണറാണ്. ആൻഡ് കാസ്റ്റിങ്ങിനെ പറ്റി പറയണം, തീർച്ചയായും പറയണം. ബിക്കോസ് എവിടുന്ന് ഈ ടാലന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നു ആ പിന്നെ ഓൾഡർ ബാലനായിട്ട് ചെയ്ത പയ്യനും ആ കുട്ടിയും എല്ലാവരും ഭയങ്കര രസമാണ്. ആൻഡ് ഇറ്റ്സ് എ തിയേറ്റർ ഫിലിം ഫോർ ഷുവർ. നല്ല മ്യൂസിക്കും ക്യാമറ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഭയങ്കര ഒരു ഇമോഷണൽ ജേർണിയിൽ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. അപ്പം എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. എനിക്ക് സന്തോഷം, കാരണം എത്രയോ വർഷമായിട്ട് ഞാൻ സത്യം പറഞ്ഞ കാത്തിരിക്കുകയായിരുന്നു പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു സീനെങ്കിലും വേണം ചെയ്യണം എന്ന്. പണ്ടൊക്കെ ചെയ്തിരുന്ന എല്ലാം ചെറിയ ചെറിയ വേഷങ്ങളിൽ. ഇപ്പം അത്രയൊന്നും എനിക്ക് അന്ന് അഭിനയിക്കാനൊന്നും അറിയില്ലായിരുന്നു പണ്ട്. ഇപ്പോഴും വലിയ അഭിനയിക്കാൻ അറിയാന്നല്ല, ഇപ്പൊ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് നമുക്കൊരു കഥാപാത്രത്തെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു ഇതുണ്ടാവില്ല. അതുപോലെ കിട്ടണമെന്ന് കാത്തിരുന്നപ്പോഴാണ് ഗണപതി ദൈവത്തെ പോലെ അവന്റെ ഒരു കോള് വന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും ആ ഒരു ഇതിന്റെ നല്ലൊരു ടീമിന്റെ ഭാഗമാവാൻ സാധിച്ചു. പടം ഇനി എല്ലാവരും കാണട്ടെ, അതാണ് ഏറ്റവും നന്നായിട്ട് ഓടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാലൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര എല്ലാ രീതിയിലുള്ള എസ്തെറ്റിക്സ്, സിനിമയിലെ എസ്തെറ്റിക്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് എല്ലാ രീതിയിലും എല്ലാ ഡിപ്പാർട്ട്മെന്റും മനോഹരമായിട്ട് ജോലി ചെയ്തിരിക്കുന്ന പടം. ബ്യൂട്ടിഫുൾ മൂവി. ഇറ്റ്സ് എ വേൾഡ് ക്ലാസ് മൂവി. മലയാളത്തിൽ നിന്ന് വളരെ അഭിമാനപൂർവ്വം ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കാവുന്ന നല്ല സിനിമ. നല്ല രസമുള്ള എഴുത്ത്, നല്ല ഛായാഗ്രഹണം, നല്ല സംവിധാനം. ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കിടിലം പടമാണ്. ആരും തിയേറ്ററിൽ മിസ് ചെയ്യരുത്. എനിക്ക് ട്രെയിലർ കണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ വന്നതാ. ആ എക്സൈറ്റ്മെന്റിൽ മേളിലാണ് സിനിമ നിൽക്കുന്നത്. എല്ലാവരും പെർഫോമൻസ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി, സുഷിന്റെ മ്യൂസിക്, എവറിത്തിങ്. ഇറ്റ്സ് എ വേൾഡ് ക്ലാസ് സിനിമ. ഇറ്റ്സ് എ ഫുൾ എക്സ്പീരിയൻസ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഐ എം സോ ഹാപ്പി എനിക്കിത് ഇന്ന് കാണാൻ പറ്റി, വിത്തൗട്ട് എനി സ്പോയിലേഴ്സ്, വിത്തൗട്ട് നോയിങ് എനിത്തിങ് അബൌട്ട് ദ ഫിലിം. അത് പോയി കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല സിനിമ ഒന്നും പറയാൻ എല്ലാവരും കാണുക. അല്ല അതങ്ങനെ അങ്ങനെയൊന്നുമല്ല, ഭയങ്കര ഹാപ്പിയാണ്. നമ്മളിങ്ങനെ സംസാരിച്ച് അങ്ങനെ കണക്ട് ആയി ഒരു സബ്ജക്റ്റ് അങ്ങനെ വന്ന് ചെയ്ത് അടിപൊളിയാണ്. ജിത്തുവാണ് എഴുതിയേക്കണേ. അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായ സിനിമയാണ് കൂട്ടായ്മയുടെ. അടിപൊളി വേണം. എന്തായാലും കാണും, എല്ലാവരും പോയി പടം കണ്ടു. എന്താ പറയുക, അടിപൊളി. വളരെ സന്തോഷം. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഈ ഒരു വാക്ക് ഞാൻ പറയാം, പുതിയൊരു സിനിമ, പുതിയൊരു കഥ. കാരണം അങ്ങനെ എനിക്ക് പറയാൻ തോന്നുന്നില്ല. കാരണം ഇന്നേവരെ ഇങ്ങനത്തെ ഒരു ജോണറോ ഇങ്ങനെ ഒരു എനിക്ക് അധികം പറയുന്നില്ല. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഭംഗിയുള്ളൊരു സിനിമ, ഭയങ്കര ബ്യൂട്ടിഫുൾ മൂവി. It's Chidambaram's hat-trick moment. Really good, very nice. I'm very emotional. I don't know what to say. Congratulations. Beautiful movie. The cast, the boys, the Farzana, all of them. It's too good. ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഒരു ഇന്റർനാഷണൽ പാലറ്റ് പടത്തിനുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഫസ്റ്റ് ഹാഫിലൊക്കെ എന്താ പറയുക, കഥാപാത്രങ്ങളെ കൊണ്ട് അധികം സംസാരിപ്പിക്കാതെയൊക്കെ ഓരോ സീനുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഭയങ്കര ലൈക്ക് ആ ഒരു അറ്റംപ്റ്റ് ഭയങ്കര മെച്ചുവർഡായിട്ട് തോന്നി. ലൈക്ക് ചിതുവിൻ്റെ ആ ഒരു മെച്ചോറിറ്റി ഹസ് ഗോൺ അപ്പ്. അപ്പം നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷനും, അതായത് എന്താണ് പടം നമുക്ക് അറിയില്ല, നമ്മൾ ഇന്നതാണെന്ന് വിചാരിച്ചിട്ട് വരുന്ന ഒരു പടമേ അല്ല. നമ്മൾ കാണുമ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രഷ് മൂവി. കണ്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ അഭിനയിച്ച ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ടെൻഷനും നെർവസ്നെസ്സും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും മാക്സിമം സിനിമ എൻജോയ് ചെയ്യാൻ നോക്കുന്നുണ്ട്. വളരെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് പടത്തിൽ എന്ത് തോന്നുന്നതിനെക്കാട്ടും എനിക്ക് ഇതിന്റെ കുറെ പേർക്ക് നന്ദി പറയാനാണ് എനിക്ക് തോന്നുന്നത്. ചിദംബരത്തിനോടും ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ഷൈജു ഖാലിദ്, ഗംഭീര കട്ടിങ്, വിവേക് ഹർഷൻ, മ്യൂസിക് സുഷിൻ ഗംഭീരം. ടോട്ടലി amazing. I'm very happy and so glad and considering myself very lucky to be in this movie. Thank you. ശരിക്കും ഒരു ഗംഭീര സെറ്റ് ഓഫ് ടെക്നീഷ്യൻസ് ഉണ്ടെങ്കിൽ ഒരു അതിഗംഭീര സിനിമ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അങ്ങനെ പ്രൂവ് ചെയ്തേക്കാണ് ബാലനിലൂടെ. എനിക്കിപ്പോൾ ശരിക്കും അത്രയും ഹെവി ഹാർട്ടായിട്ട് നിൽക്കുന്ന അത്രയും ഗംഭീര ഒരു സിനിമ നമുക്ക് കണ്ടിറങ്ങാൻ പറ്റിയതുകൊണ്ട് അത്രയും സന്തോഷമുണ്ട്. നമ്മളെ സുഹൃത്തുക്കളെല്ലാവരും കൂടി ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ അത്രയും സന്തോഷമുണ്ട്. ഒരു ഇന്റർനാഷണൽ സിനിമ എന്നല്ല, ഒരു ക്ലാസിക് എന്നല്ല, എനിക്ക് അതിലും മേലെയൊക്കെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഒരു
അതിഗംഭീര സിനിമ ബാലൻ. വെരി ഹാപ്പി. എല്ലാവരെയും കണ്ടു, അവരെ കാണുന്നത് കണ്ടു. ഐ എം ജസ്റ്റ് സോ ഹാപ്പി. എനിക്ക് വാക്കുകൾ ഇല്ല സത്യം പറഞ്ഞ. ഒരു ചെറിയൊരു സ്വപ്നമായിരുന്നു അത്. ടു വിറ്റ്നസ് ഇറ്റ് കം ട്രൂ. ഐ എം സോ ഹാപ്പി. ഞാൻ എന്താണ് ഇതിനെപ്പറ്റി പറയുക? കാര്യം ഈ സിനിമ തുടങ്ങുന്ന സമയം തൊട്ട് ഒബ്വിയസ്ലി ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രീഗിങ് ആയിട്ട് തോന്നി. ഷൈജ് ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതി, പിന്നെ ചിദംബരത്തിന് നമുക്കറിയാം ഒരു കഥ പറയുമ്പം അത് ഓഡിയൻസിനെ എങ്ങനെ എൻഗേജ് ചെയ്യാം. എനിക്കൊന്ന് അതിൻ്റെ ഫീലൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടി. പിന്നെ സുഷിൻ ചെയ്തിരിക്കുന്ന ഒരു ട്രാക്കും, പിന്നെ ഈ ഒരു കോമ്പിനേഷൻ എക്സൈറ്റിംഗ് അല്ലേ, ജിത്തുവിൻ്റെ ഒരു ക്രിയേറ്റീവ് സ്പേസിൽ ചിദംബരം ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. ടു ബി വെരി ഓണസ്റ്റ്, ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ് ശരിക്കും എൻഗേജ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറിയാണ്. അതിൻ്റെ അകത്ത് എല്ലാ ക്യാരക്ടേഴ്സും റിഫ്രഷിംഗ് ആയിട്ടുള്ള ഫേസസ്, എവ്രിബഡീസ് പെർഫോമൻസ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സ്റ്റോറി, ദ വേ ഇറ്റ് ഇസ് ഡിറക്റ്റഡ്, ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ഓൾസോ ഗണപതി. കാര്യം നമ്മൾ ഈ ഇൻഡസ്ട്രിയിലുള്ളതുകൊണ്ട് ഒരു കാസ്റ്റിംഗ് എന്തോരം ഒരു ഫിലിമിന് ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് ചില ക്യാരക്ടേഴ്സ് ഇൻഫാക്ട് യു വിൽ ഹാവ് ടു വാച്ച് ദ ഫിലിം ടു അണ്ടർസ്റ്റാൻഡ്. അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. അടിപൊളി പടമായിരുന്നു. ഭയങ്കരമായിട്ട് വർക്കായി. മേക്കിംഗ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഭയങ്കര രസമായിരുന്നു. അതെ, പെർഫോമൻസ് പറയാണ്ടിരിക്കാൻ വയ്യ. ബാലനായിട്ട് അഭിനയിക്കുന്ന കുട്ടി തൊട്ട് മുകളിലേക്കുള്ള എല്ലാവരുടെയും പെർഫോമൻസ് ഭയങ്കര അടിപൊളിയാണ്. പുതിയ കാസ്റ്റിംഗ് ആണെങ്കിലും എല്ലാം മൊത്തത്തിൽ എല്ലാവരുടെയും പെർഫോമൻസ് ഓറിയന്റാണ്. മ്യൂസിക് ഇതാന്ന് തോന്നില്ല, അവരുടെ പെർഫോമൻസ് ആദ്യത്തെയാന്ന് തോന്നില്ല. ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവരുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എത്ര പെട്ടെന്ന് കാണും പടം. ഇഷ്ടമായി. എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പടം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഫസ്റ്റ് മൂവിയാണ് എൻ്റെ. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അല്ല, എനിക്ക് ഈ പറഞ്ഞ ഞാനിപ്പം എഴുതിയ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഒരു പുതിയ സിനിമ കാണുന്ന പോലെ കാണാൻ വേണ്ടി പറ്റും. അത് ചിദംബരത്തിൻ്റെ ഒരു മേക്കിങ്ങിൻ്റെ ഒരു ക്രാഫ്റ്റാണ് ചിദംബരത്തിൻ്റെ. അപ്പം അത് തന്നെ സന്തോഷം.